കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? അതിലൊന്ന് റിപ്ലൈ ചെയ്തോളൂ. യെസ് കാണാം. ഓക്കെ. So today we are going to study about Finance Commission of India. Okay, so we have already discussed in the last class about the federal nature of our government or our nation. So since we are a federal state, or we are having a federation, we know that there is union government as well as the state government, and all the powers and different functions are distributed between the union and the state. അപ്പോൾ എല്ലാ പവറും അല്ലെങ്കിൽ പല തരത്തിലുള്ള റിസോഴ്സസ്, ഫിനാൻഷ്യൽ പവർ ഇൻക്ലൂഡിംഗ് ദ ഫിനാൻഷ്യൽ പവേഴ്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ്. 2 sets ഓഫ് ഗവൺമെന്റ് ഉണ്ട്. യൂണിയൻ ഗവൺമെന്റും ഉണ്ടാവും, സ്റ്റേറ്റ് ഗവൺമെന്റും ഉണ്ടാകും. ഈ 2 സെറ്റ് ഓഫ് ഗവൺമെന്റിലും ഈ പറയുന്ന എല്ലാ പവറും ഇൻക്ലൂഡിംഗ് ദി ഫിനാൻഷ്യൽ റിസോഴ്സസ് ഓർ ഫിനാൻഷ്യൽ പവേഴ്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ്. ഓക്കെ, അപ്പം നമ്മളുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ കൃത്യമായ ആർട്ടിക്കിളിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഹൗ ദിസ് ഫിനാൻഷ്യൽ റിലേഷൻ ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഹാവ് ടു ബി ഫോംഡ്. ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഫിനാൻഷ്യൽ റിസോഴ്സസ് യൂണിയൻ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടേണ്ടത് എന്നുള്ളതിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ അത് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ ദ ഡിഫറെന്റ് സോഴ്സസ് ഓഫ് ഇൻകം, യൂണിയൻ ഗവൺമെന്റിന്റെയും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും ഡിഫറെന്റ് സോഴ്സസ് ഓഫ് ഇൻകം. ദെൻ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിനെ സംബന്ധിച്ച് ഇൻകം ടാക്സ് അല്ലാണ്ട് ഉള്ള മറ്റ് സോഴ്സസ് ഓഫ് ഇൻകം ഉണ്ട്. അഗ്രികൾച്ചർ ഇൻകം, കസ്റ്റംസ് ഡ്യൂട്ടി, എക്സൈസ് ഡ്യൂട്ടി. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ സോഴ്സസ് ഓഫ് ഇൻകവും, നമ്മുടെ യൂണിയൻ ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട സോഴ്സസ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് നമ്മുടെ ഇൻകം ടാക്സ് ആണ്. അത് കൂടാതെ തന്നെയുള്ള അഗ്രികൾച്ചർ ഇൻകം ഉണ്ട്, കസ്റ്റംസ് ഡ്യൂട്ടി, എക്സൈസ് ഡ്യൂട്ടി, ഇതെല്ലാം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സോഴ്സസ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമുക്കറിയാം 3 ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞ് 3 ലിസ്റ്റിൽ പല സബ്ജക്റ്റ് ആയിട്ട് തിരിച്ചാണ് ഓരോ ഏരിയയും കൊടുത്തേക്കുന്നത്. അപ്പൊ യൂണിയൻ ലിസ്റ്റിലുള്ളതെല്ലാം യൂണിയൻ ഗവൺമെന്റിന്റെ കീഴിലും, സ്റ്റേറ്റ് ലിസ്റ്റിലുള്ളതെല്ലാം സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കൺട്രോളിലും, കൺകറന്റ് ലിസ്റ്റിലുള്ളത് ബോത്ത് സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ഗവൺമെന്റ് ഹാവ് ദി പവർ അപ്പോൺ ദ സബ്ജക്ട്സ് ഓർ അപ്പോൺ ദി ഏരിയാസ് മെൻഷൻഡ് ഇൻ ദി കൺകറന്റ് ലിസ്റ്റ്. അപ്പൊ സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന എല്ലാ സോഴ്സസ് ഓഫ് ഇൻകവും സ്റ്റേറ്റ് ഗവൺമെന്റിനുള്ളതാണ്. ലൈക്ക് ലാൻഡ് റവന്യൂ, സെയിൽസ് ടാക്സ്, ടാക്സസ് ഓൺ വെഹിക്കിൾസ്, ഇതെല്ലാം സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സോഴ്സസ് ഓഫ് റവന്യൂവിൽ വരുന്നത് ആണ്. ഇനി there are some other taxes which are levied by യൂണിയൻ ഗവൺമെന്റ് ലെവി ചെയ്യുന്നതും എന്നാൽ കളക്ട് ചെയ്യുകയും യൂസ് ചെയ്യുകയും ചെയ്യുന്ന സ്റ്റേറ്റ് ഗവൺമെന്റ്. അത്തരത്തിലുള്ള കുറെ ടാക്സുകളുണ്ട്. സ്റ്റാമ്പ് ഡ്യൂട്ടീസ്, ദെൻ ഡ്യൂട്ടീസ് ഓഫ് എക്സൈസ് ഓൺ മെഡിക്കൽ ആൻഡ് ടോയ്ലറ്റ് പ്രിപ്പറേഷൻ, അങ്ങനെയുള്ള ചില സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള മേഖലകളിൽ ടാക്സ് നടപ്പിലാക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. എന്നാൽ അത് കളക്ട് ചെയ്യുകയും യൂസ് ചെയ്യുകയും ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ്. അങ്ങനെയുള്ള ടാക്സുകളും ഉണ്ട്. സോ ടു മോണിറ്റർ ദി ഫിനാൻഷ്യൽ, അപ്പൊ ഇത്തരത്തിലെല്ലാം ഉള്ള നമ്മുടെ ഒരു ഫിനാൻഷ്യൽ റിലേഷന് അല്ലെങ്കിൽ നമ്മുടെ ടോട്ടൽ ഫിനാൻഷ്യൽ റിസോഴ്സസ്, ഫിനാൻഷ്യൽ മാറ്റേഴ്സ്, ഇത് മോണിറ്റർ ചെയ്യാനും കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുകയും ചെക്ക് ചെയ്യുകയും അതിന്റെ പ്രവർത്തനങ്ങളെ എല്ലാം കൃത്യമായിട്ട് നിയന്ത്രിക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 280 ഈ ഒരു ഫിനാൻസ് കമ്മീഷന്റെ എസ്റ്റാബ്ലിഷ്മെന്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഫിനാൻഷ്യൽ റിലേഷൻസ് മോണിറ്റർ ചെയ്യാനും നടപ്പിലാക്കാനും കൊണ്ടു നടക്കാനും വേണ്ടിയിട്ടാണ് ആർട്ടിക്കിൾ 280 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മെൻഷൻസ് അബൌട്ട് ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഫിനാൻസ് കമ്മീഷൻ. അപ്പൊ ആ ഒരു കാരണം കൊണ്ടാണ് ഫിനാൻസ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത്. ഓക്കെ, സോ ആർട്ടിക്കിൾ 280 explains the establishment of finance commission. So the constitution makers, അപ്പം നമുക്കറിയാം നമ്മുടെ constitution makers, they were very much aware about the financial requirements and financial resources or financial powers of the center and the state. ഒരു രാജ്യത്തെ സംബന്ധിച്ച് ഫിനാൻഷ്യൽ റിക്വയർമെന്റ്സിനെ കുറിച്ചും അതിന്റെ നടത്തിപ്പിനെ കുറിച്ചുമുള്ള കൃത്യമായ ഒരു അവയർനെസ് കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ദേ ക്ലിയർലി എക്സ്പ്ലെയിൻഡ് ആൻഡ് clearly mentioned the duties and responsibilities of the units of the union and state. ഈ റിസോഴ്സ് അലോക്കേഷനിൽ
യൂണിയൻ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും കൃത്യമായിട്ടുള്ള ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ഫിനാൻസ് കമ്മീഷൻ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് കോൺസ്റ്റിറ്റ്യൂഷനിൽ വ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഫിനാൻഷ്യൽ റിക്വയർമെന്റ്സ് എല്ലാം മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദിസ് ഫിനാൻസ് കമ്മീഷനെ കൊണ്ടുവന്നത്. ഓക്കെ, സോ ഫിനാൻസ് കമ്മീഷൻ ഓർ വിത്ത് ആയോഗ് defines financial relations between central and state government. ഇന്ത്യൻ ഇക്കോണമിയിലെ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റിലും ഉള്ള ഫിനാൻഷ്യൽ റിലേഷൻസ് അത് പ്രതിപാദിക്കുന്നതാണ്, അല്ലെങ്കിൽ ആ ഒരു മേഖല ഫിനാൻസ് കമ്മീഷന്റെ കീഴിൽ ആയിരിക്കും. സോ ഇറ്റ് ഇസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ഫോർ ദ പർപ്പസ് ഓഫ് അലോക്കേഷൻ ഓഫ് സർട്ടൺ റിസോഴ്സസ് ബിറ്റ്വീൻ ദി സെൻട്രൽ സ്റ്റേറ്റ്. സെൻട്രലിലും സ്റ്റേറ്റ് ഗവൺമെന്റിനും ഫിനാൻഷ്യൽ റിസോഴ്സസ് കൃത്യമായിട്ട് അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഫിനാൻസ് കമ്മീഷന്റെ പ്രധാനപ്പെട്ട പർപ്പസ്. ആൻഡ് ആസ് പെർ ദി കോൺസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെന്റ് ആൻഡ് പ്രസന്റ് റിക്വയർമെന്റ്സ് എന്തൊക്കെയാണോ ആ ഒരു അറേഞ്ച്മെന്റും അല്ലെങ്കിൽ ഓരോ കാലത്തെയും ആവശ്യത്തിനനുസരിച്ചുള്ള റവന്യൂ റിസോഴ്സസ് കൃത്യമായിട്ട് അലോക്കേറ്റ് ചെയ്യുക. So this is a constitutional body formed every 5 years to give suggestions on central state financial relations. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ വളരെ ചുരുക്കി പറയുവാണെങ്കിൽ 5 വർഷം ഓരോ 5 വർഷവും ഫോം ചെയ്യുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ആൻഡ് ദേ ആർ മേക്കിംഗ് സജഷൻസ് ഓൺ സെൻട്രൽ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ റിലേഷൻസ്. സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും തമ്മിലുള്ള ഫിനാൻഷ്യൽ റിലേഷൻസിൽ വേണ്ട സജഷൻസും വേണ്ട റെക്കമെൻഡേഷൻസും ഓരോ 5 വർഷം കൂടുമ്പോഴും കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഫിനാൻസ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ജനറലി ഓരോ ഫിനാൻസ് കമ്മീഷനും ഓരോ റെക്കമെൻഡേഷൻസ് ആണ് ആ ഓരോ സമയത്തെ ആവശ്യങ്ങളും റിക്വയർമെന്റ്സും അനുസരിച്ച്. എന്നാലും ജനറലി ദേ ഹാവ് ടു മേക്ക് റെക്കമെൻഡേഷൻസ് ഓൺ ഷെയറിംഗ് ഓഫ് സെൻട്രൽ ടാക്സസ് വിത്ത് സ്റ്റേറ്റ്സ്. സ്റ്റേറ്റ് ഗവൺമെന്റുമായിട്ട് സെൻട്രൽ ടാക്സ് ഷെയർ ചെയ്യുന്നതിനെ പറ്റിയുള്ള കാര്യം റെക്കമെൻഡേഷൻ കൊണ്ടുവരണം. സെൻട്രൽ ഗ്രാൻസ് ഉണ്ട്, പലതരത്തിലുള്ള ഗ്രാൻസുകൾ ഉണ്ട്. സെൻട്രൽ ഗവൺമെന്റ് ഗ്രാൻസ് ഇൻ എയ്ഡ് എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെന്റിൽ നിന്നും സ്റ്റേറ്റ് ഗവൺമെന്റിലേക്ക് വരുന്ന ഗ്രാൻസ് ഉണ്ട്. അതിന്റെ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കണം. ആൻഡ് ഡിഫറെന്റ് മെഷേഴ്സ് ടു ഇംപ്രൂവ് ദി ഫിനാൻസസ് ഓഫ് സ്റ്റേറ്റ് ടു സപ്ലിമെന്റ് റിസോഴ്സസ് ഓഫ് പഞ്ചായത്ത്സ് ആൻഡ് മുനിസിപ്പാലിറ്റീസ്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റിനെ സംബന്ധിച്ച് അവർക്ക് അഡീഷണൽ ആയിട്ടുള്ള ഫിനാൻഷ്യൽ റിസോഴ്സസിന്റെ ആവശ്യമുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കറിയാം ഓരോ സ്റ്റേറ്റിലും അതായത് പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ ലോക്കൽ ഗവൺമെന്റുകളുണ്ട്. അവരുടെ കാര്യങ്ങൾ നടപ്പിലാക്കണമെങ്കിൽ അതിന് അഡീഷണൽ ആയിട്ടുള്ള റിസോഴ്സസ് കൊണ്ടുവരണം. അപ്പൊ ആ ഒരു അഡീഷണൽ റിസോഴ്സസിന്റെ പ്രൊവിഷൻ ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ കൊണ്ടുവരിക. ആൻഡ് എനി അതർ മാറ്റേഴ്സ്. പിന്നെ ഈ ഒരു ഫിനാൻഷ്യൽ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഫിനാൻസ് കമ്മീഷന്റെ റെക്കമെൻഡേഷൻസിൽ വരണം. സോ ദിസ് ഇസ് ദി Article 280 of the Indian Constitution, upon which Finance Commission was established by the Indian President. 1951-ലാണ് ഈ ഒരു ആർട്ടിക്കിൾ ഫോം റിലേറ്റഡ് ബേസിസിൽ ഫിനാൻസ് കമ്മീഷൻ ഫോം ചെയ്തത്. ആൻഡ് എവറി 5 years ഇറ്റ് വിൽ ബി അപ്പോയിന്റഡ്. പുതിയ ഫിനാൻസ് കമ്മീഷൻ അവർ 5 വർഷം കൂടുമ്പോഴും അപ്പോയിന്റ് ചെയ്യും. ഇറ്റ് മെയിൻലി കൺസിസ്റ്റ് ഓഫ് 1 chairman and 4 other members. മൊത്തത്തിൽ 5 പേര്, അതിൽ ഒരാൾ ചെയർമാൻ, ബാക്കി 4 മെമ്പേഴ്സ് ആണ് പ്രധാനമായിട്ടും ഉള്ളത്. Okay, so this is just the Article 280. That is, it shall be the duty of the Commission to make recommendations to the President in relation to following factors. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഡിസ്ട്രിബ്യൂഷൻ ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഓഫ് ദി നെറ്റ് പ്രൊസീഡ്സ് ഓഫ് ടാക്സ്. അതായത് നെറ്റ് ടാക്സ് പ്രൊസീഡ്സ് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിലും സ്റ്റേറ്റ് ഗവൺമെന്റിലും എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടണം. ആൻഡ് അലോക്കേഷൻ ഓഫ് ദി റെസ്പെക്റ്റീവ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ടു സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് കൃത്യമായിട്ട് എങ്ങനെ അത് അലോക്കേറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു ആർട്ടിക്കിൾ പ്രകാരം പറയുന്നത് അത് ഫിനാൻസ് കമ്മീഷന്റെ ഡ്യൂട്ടിയാണ്. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗ്രാൻസ് ഇൻ എയ്ഡ് ടു ദി സ്റ്റേറ്റ്. നമ്മുടെ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നാണ് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിൽ നിന്നും സ്റ്റേറ്റിലോട്ടുള്ള ഗ്രാൻസുകൾ. അപ്പൊ അത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യേണ്ടത് ഫിനാൻസ് കമ്മീഷനാണ്. Then any other matters ഈ ഒരു ഫിനാൻഷ്യൽ റിലേഷൻസും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പവറുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളും കമ്മീഷന് പ്രസിഡന്റുമായിട്ട് റെഫർ ചെയ്യാനായിട്ട് പറ്റും. Then the commission shall determine the procedure and have the powers in the performance of their functions. അപ്പോൾ ഫിനാൻസ് കമ്മീഷൻ have every power to make recommendations and suggestions for the performance of financial functions or financial powers of the state as well as the central government. അപ്പൊ ഈ ഒരു രീതിയിലാണ് ഫിനാൻസ് കമ്മീഷന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത്. ദെൻ ജസ്റ്റ് ഒരു ഷോർട്ട് ഹിസ്റ്ററി ഓഫ് ദി ഫോർമേഷൻ ഓഫ് ഫിനാൻസ് കമ്മീഷൻ. സോ ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1951 ബൈ ഡോക്ടർ ബി ആർ അംബേദ്കർ.
to address the imbalances that has been existing in the economy. നമുക്കറിയാം 1951 എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇൻഡിപെൻഡൻസിന് ശേഷം നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. നമുക്ക് എല്ലാ മേഖലകളിലും, അതായത് ഇക്കോണമിനെ മൊത്തത്തിൽ റിവൈവ് ചെയ്ത് കൊണ്ടുവരണം. സോ there were many imbalances, inequalities, ഒത്തിരി ഗ്രോത്ത് പ്രശ്നങ്ങൾ നമ്മുടെ ഇക്കോണമിയിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം ഒന്ന് പരിഹരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഫിനാൻസ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തു. പ്രധാനമായിട്ട് 2 ഫീച്ചേഴ്സ് ആയിരുന്നു ഈ ഒരു കമ്മീഷൻ ഫോം ചെയ്തപ്പോൾ ഉണ്ടായിരുന്നത്. ഒന്ന്, റിമൂവ് ദി ഓർ അഡ്രസ് ദി വെർട്ടിക്കൽ ഇംബാലൻസ് ബിറ്റ്വീൻ ടാക്സേഷൻ പവർ ആൻഡ് എക്സ്പെൻഡിച്ചർ റെസ്പോൺസിബിലിറ്റീസ്. അപ്പോൾ ടാക്സ് ഉണ്ട്, എക്സ്പെൻഡിച്ചറും ഉണ്ട്, അതായത് വരവും ഉണ്ട്, ചെലവും ഉണ്ട്. പക്ഷെ ഇത് തമ്മിലുള്ള ഇംബാലൻസസ് സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റിനും ഈ ഒരു വരവ് ചെലവ് തമ്മിലുള്ള ഇംബാലൻസസ് മാക്സിമം കുറയ്ക്കുക. അതുപോലെ രണ്ടാമത്തെ ഒരു പ്രധാന ഫീച്ചർ എന്ന് പറയുന്നത് ഈക്വലൈസേഷൻ ഓഫ് പബ്ലിക് സർവീസസ് അക്രോസ് ദ സ്റ്റേറ്റ്. എല്ലായിടത്തും പബ്ലിക് സേവനങ്ങൾ, പബ്ലിക് സർവീസ് എല്ലാ സ്റ്റേറ്റുകളിലും ഒരുപോലെ കിട്ടുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇതായിരുന്നു ഫിനാൻസ് കമ്മീഷന് മേലുള്ള പ്രധാനപ്പെട്ട 2 ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയുന്നത്. And several provisions were formulated in order to bridge the gap between central and state. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഓൾറെഡി ഒരുപാട് പ്രൊവിഷൻസ് ഉണ്ട്. സെൻട്രൽ സ്റ്റേറ്റ് ഫിസ്ക്കൽ ഗ്യാപ്പ്, ആ ഒരു ഇനീക്വാളിറ്റി ഇംബാലൻസ് ക്ലിയർ അല്ലെങ്കിൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രൊവിഷൻസ് ഉണ്ട്, ഇൻക്ലൂഡിംഗ് ഡിഫറെന്റ് ആർട്ടിക്കിൾസ് 268, 269, 70, 75 ഈ ഒരു ഇംബാലൻസസ് അല്ലെങ്കിൽ സെൻട്രൽ സ്റ്റേറ്റ് ഫിസ്ക്കൽ ഗ്യാപ്പ് കുറയ്ക്കുക, ബ്രിഡ്ജ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയുള്ള ഒരുപാട് ആർട്ടിക്കിൾസ് ഉണ്ട്. ബട്ട് സ്റ്റിൽ ഈ ഒരു ഫിനാൻഷ്യൽ റിസോഴ്സസിന്റെ ഷെയറിങ്, അതിനുമായിട്ട് ബന്ധപ്പെട്ട ഫിനാൻഷ്യൽ പവറുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു ഫിനാൻസ് കമ്മീഷന്റെ ആവശ്യം പറയുന്നത് നമ്മുടെ 280 ആണ്. ആൻഡ് ദി ഫസ്റ്റ് ഫിനാൻസ് കമ്മീഷൻ വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ 1951 November 22. And the first chairman of the first finance commission chairman എന്ന് പറയുന്നത് ശ്രീ KC Niyogi. 1952 അദ്ദേഹം ചെയർമാൻഷിപ്പ് ഏറ്റെടുത്തത്. So first finance commission was under the chairmanship of KC Niyogi. 15 finance commission have been constituted so far. ഓരോ 5 വർഷം കൂടുമ്പോഴും 15 ഫിനാൻസ് കമ്മീഷൻ ഇപ്പം നിലവിൽ 2020 വരെയായിരുന്നു ലാസ്റ്റ് 15th ഫിനാൻസ് കമ്മീഷന്റെ പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് അവർ റെക്കമെൻഡേഷൻസ് ഒക്കെ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും പുതിയ ഫിനാൻസ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നത്. സോ ദ ജനറൽ റെക്കമെൻഡേഷൻസ് ഓഫ് ദി ഫിനാൻസ് കമ്മീഷൻ, നമ്മൾ ഇതും ഓൾറെഡി ഒന്ന് പറഞ്ഞു. ജനറലി എല്ലാ ഫിനാൻസ് കമ്മീഷനും റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ഒരു ടാക്സ്, ഡ്യൂട്ടീസ്, ടോൾസ് അവർ കളക്ട് ചെയ്യുന്ന റിസോഴ്സസ് കൃത്യമായിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. Okay, so state government distribute ചെയ്യുമ്പം there should be an additional resources to supplement the requirements of the municipalities and the panchayats. Local government ന്റെ requirements കൂടി meet ചെയ്യാൻ പറ്റുന്ന രീതിയിൽ financial resources distribute ചെയ്യുക. Then allocation of share of proceeds between municipalities. അപ്പം എല്ലാ സ്റ്റേറ്റിലും അവിടുത്തെ മുനിസിപ്പാലിറ്റീസ് ലെവലിൽ റിസോഴ്സസിന്റെ ഷെയർ അലോക്കേറ്റ് ചെയ്യുക. Then determination of taxes and all fees to be assigned by the municipalities. മുനിസിപ്പാലിറ്റീസ് അവർ കളക്ട് ചെയ്യുന്നതും അവര് വഴി നമ്മൾ കളക്ട് ചെയ്യാനുള്ള ഒരുപാട് ഫീസുകൾ, കാര്യങ്ങളും ടോളുകളും ഒക്കെ ഉണ്ട്. സോ ദാറ്റ് ഹാവ് ടു ബി ഡിറ്റർമൈൻഡ്. ദെൻ ഗ്രാൻസ് ഇൻ എയ്ഡ് ടു മുനിസിപ്പാലിറ്റീസ്. കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നാണ് സ്റ്റേറ്റുകൾക്ക് ഗ്രാൻസ് ഇൻ എയ്ഡ് കിട്ടുന്നത്. ആ ഗ്രാൻസ് ഇൻ എയ്ഡ് എന്ന് പറയുന്നത് സ്റ്റേറ്റുകളെ സംബന്ധിച്ച് അത് ഓരോ മുനിസിപ്പാലിറ്റീസിനും ലോക്കൽ ഗവൺമെന്റിലേക്കും ട്രാൻസ്ഫർ ചെയ്യാനുള്ളതാണ്. ദെൻ measures needed to improve the financial position of the municipalities. അപ്പോൾ ഇത് എല്ലാം ഒരു ബോട്ടം ലെവൽ ഡെവലപ്മെന്റ് പറയുന്ന തരത്തിലുള്ള ഇംപ്രൂവ്മെന്റ്, ഫിനാൻഷ്യൽ പൊസിഷൻ മുനിസിപ്പാലിറ്റീസ് ഇംപ്രൂവ് ചെയ്യുമ്പോൾ അതനുസരിച്ച് സ്റ്റേറ്റ് സെൻട്രലിലോട്ടുള്ള ഇംപ്രൂവ്മെന്റ് വരും. അപ്പൊ അത്തരത്തിലുള്ള ഒരു മെഷേഴ്സ് എടുക്കുക. ഇതൊക്കെയായിരുന്നു പ്രധാനമായിട്ടും കൊണ്ടുവന്ന റെക്കമെൻഡേഷൻസ്. ആൻഡ് ദി ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഫങ്ഷൻസ്. സോ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നെറ്റ് പ്രൊസീഡ്സ് ഓഫ് ടാക്സ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ പല ബേസിസിലാണ് തീരുമാനിക്കുന്നത്. ഓരോ സ്റ്റേറ്റിനും എത്രമാത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അപ്പം ഓരോ സ്റ്റേറ്റിൽ നിന്നുമുള്ള കോൺട്രിബ്യൂഷൻ ഉണ്ട് ടാക്സ് പേയ്മെന്റിൽ. അതിനോട് ആനുപാതികമായിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും സെൻട്രലിൽ നിന്നും ഓരോ സ്റ്റേറ്റിലോട്ടും നടന്നത്. അപ്പം കൂടുതൽ ടാക്സ് പേ ചെയ്യുന്ന സ്റ്റേറ്റിന് കൂടുതൽ ഷെയർ ടാക്സിൽ നിന്നുള്ളത് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. And then another function is to determine the factors governing grants that are made to state. അതായത് സ്റ്റേറ്റ് ഗവൺമെന്റിന് സെൻട്രൽ ഗവൺമെന്റിൽ നിന്നുള്ള പലതരത്തിലുള്ള ഗ്രാൻസ്, എയ്ഡുകൾ കിട്ടുന്നുണ്ട്. ആ ഗ്രാൻസ് അല്ലെങ്കിൽ
അത് കിട്ടുന്നതിനുള്ള ഫാക്ടേഴ്സ് ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഈ പറയുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ഫാക്ടേഴ്സിന്റെ ബേസിസിലാണ് ഓരോ സ്റ്റേറ്റിനും അവർക്ക് വേണ്ട ഗ്രാൻസ് കൊടുക്കുന്നത്, അത് ഫിക്സ് ചെയ്യുക. ആൻഡ് ഓൾസോ അത് ഡിറ്റർമൈൻ ചെയ്യുക. ആൻഡ് ഓൾസോ ടു ഫിക്സ് ദ എമൗണ്ട് ഇൻ ദ ഫോം ഓഫ് എയ്ഡ് ബൈ ദ സെൻട്രൽ ടു സ്റ്റേറ്റ് ഗവൺമെന്റ്. അപ്പോൾ ഓരോ സ്റ്റേറ്റ് ഗവൺമെന്റിന് സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് വരുന്ന ഈ ഒരു ഗ്രാൻസിനേട് എത്രയാണ്, ആ എമൗണ്ടും ഫിക്സ് ചെയ്യണം. അതുപോലെ അത് നിശ്ചയിക്കാനായിട്ട് ഏതൊക്കെ ഫാക്ടേഴ്സിന്റെ ബേസിസിലാണ് ഓരോ സ്റ്റേറ്റിനും ഇത്രയ്ക്ക് ടാക്സ് ഗ്രാൻസ് എയ്ഡ് കിട്ടുന്നതെന്നുള്ളതും ഒക്കെ തീരുമാനിക്കാനുള്ള ഫംഗ്ഷൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഫിനാൻസ് കമ്മീഷനാണ്. ആൻഡ് ഓൾസോ ഇറ്റ് ഇസ് റെസ്പോൺസിബിൾ ഫോർ മേക്കിംഗ് റെക്കമെൻഡേഷൻസ് ടു ദ പ്രസിഡന്റ് ആസ് ടു ദ മെഷേഴ്സ് ദാറ്റ് ആർ നീഡഡ് ടു ഇൻക്രീസ് ദി ഫണ്ട് ഓഫ് സ്റ്റേറ്റ്. അപ്പം സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഫണ്ട് ഇൻക്രീസ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? ലോക്കൽ ഗവൺമെന്റ് പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും ഫിനാൻഷ്യൽ ആയിട്ടുള്ള റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യണമെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഫണ്ടിൽ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരണം. അതിന് വേണ്ട എന്തൊക്കെ മാറ്റങ്ങൾ വേണം എന്നുള്ള സജഷൻസ്, റെക്കമെൻഡേഷൻസ് ഫിനാൻസ് കമ്മീഷൻ പ്രസിഡന്റിന് മുന്നിൽ സമർപ്പിക്കുന്നുണ്ട്. ദെൻ പ്രിൻസിപ്പിൾസ് ഗവേണിംഗ് ഗ്രാൻസിന്റെ നമ്മളിപ്പോൾ പറഞ്ഞു, കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നുമാണ് സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റിലേക്കുള്ള ഗ്രാൻസിന്റെ എയ്ഡ്. അത് എന്തൊക്കെ പ്രിൻസിപ്പിൾസിന്റെ ബേസിസിലാണെന്നുള്ളത് തീരുമാനിക്കുന്ന ഫിനാൻസ് കമ്മീഷനാണ്. ദെൻ സ്റ്റെപ്സ് റിക്വയർഡ് ടു എക്സ്റ്റെൻഡ് ദി കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. നമ്മളുടെ ലോക്കൽ ഗവൺമെന്റ് പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും ഒക്കെ റിസോഴ്സസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി, ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ കൺസോളിഡേറ്റഡ് ഫണ്ട് എങ്ങനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും, ആ കാര്യങ്ങളൊക്കെ റെക്കമെൻഡേഷൻസ് കൊണ്ടുവരുന്നത് ഫിനാൻസ് കമ്മീഷനാണ്. എനി അതർ മാറ്റർ ഇൻ ദി സൗണ്ട് ഫിനാൻസ്, അതായത് കമ്മീഷൻ ക്യാൻ പുട്ട് ഫോർവേഡ് എനി മാറ്റർ റിലേറ്റഡ് ടു എ സൗണ്ട് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി കൺട്രി. ഒരു സൗണ്ട് ഫിനാൻഷ്യൽ റിലേഷൻ വരുന്ന തരത്തിലുള്ള എന്ത് മാറ്റേഴ്സും ഫിനാൻസ് കമ്മീഷന് പ്രസിഡന്റിന്റെ മുന്നിൽ റെക്കമെൻഡ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഫിനാൻസ് കമ്മീഷൻ ഹാവ് സഫീഷ്യന്റ് പവർ ടു എക്സസൈസ് ദിസ് ഫംഗ്ഷൻ. അവരുടെ ആക്ടിവിറ്റി ഡൊമൈനിൽ ഫംഗ്ഷൻ ചെയ്യാനുള്ള എല്ലാ പവറും ഫിനാൻസ് കമ്മീഷന് ഉണ്ട്. ആൻഡ് ആസ് പെർ ദി കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ 1908 കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ പ്രകാരം ഫിനാൻസ് കമ്മീഷൻ ഹാവ് ദി പവർ ഓഫ് എ സിവിൽ കോർട്ട്. അതായത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു വിറ്റ്നസിനെ വിളിച്ച് ഡോക്യുമെന്റേഷനും റെക്കോർഡിങ്ങും എടുക്കാനായിട്ടുള്ള പവറും ഫിനാൻസ് കമ്മീഷനുണ്ട്. സോ ദേ ഹാവ് ഇനഫ് ആൻഡ് മോർ പവർ ടു ക്യാരി ഔട്ട് ദെയർ activities, functions and responsibilities. Okay. Now, as per the provisions of Finance Commission Act 1951, Finance Commission Rule 1951, ഒരു ചെയർമാനും ഉണ്ട്, 4 മെമ്പേഴ്സും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. So, chairman will be selected from the people who have had enough public experience, public affair experience ഉള്ളവരായിരിക്കണം ചെയർമാൻ ആയിട്ട് എടുക്കുന്നത്. ഇനി 4 മെമ്പേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. And those members have the qualification like they are qualified to be appointed as judges of High Court. അപ്പം ഹൈക്കോർട്ട് ജഡ്ജസ് ആയിട്ട് അപ്പോയിന്റഡ് ആകാനുള്ള ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാരായിരിക്കണം. സ്പെഷ്യൽ നോളജ്, ഗവൺമെന്റിന്റെ അക്കൗണ്ടിങ്ങിലും ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിലും കൃത്യമായിട്ടുള്ള നോളജ് ഉള്ള ആളായിരിക്കണം. വൈഡ് എക്സ്പീരിയൻസ് ഇൻ ഫിനാൻഷ്യൽ മാറ്റേഴ്സ്, അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലും ഫിനാൻഷ്യൽ ആയിട്ടുള്ള മാറ്റേഴ്സിലും നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ. ദെൻ ഇക്കണോമിക്കൽ ആയിട്ടുള്ള സ്പെഷ്യൽ നോളജ് ഉള്ള ആൾക്കാർ. അപ്പം സ്പെഷ്യൽ കൺസിഡറേഷൻ ഇസ് ഗെറ്റിംഗ് ടു ദി ഇക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് പീപ്പിൾ. അപ്പം ഇത്തരത്തിലുള്ള ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉള്ള ആൾക്കാരിൽ നിന്നായിരിക്കും 4 മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് ആസ് ഫിനാൻസ് കമ്മീഷൻ മെമ്പേഴ്സ്. സോ ദീസ് ആർ ദ ലിസ്റ്റ് ഓഫ് ഫിനാൻസ് കമ്മീഷൻ ടിൽ ഡേറ്റ്. ഇപ്പൊ 15 ഫിനാൻസ് കമ്മീഷനാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടത്. ആദ്യത്തേത് 1951 ഫസ്റ്റ് ഫിനാൻസ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തത് അണ്ടർ ദി ചെയർമാൻഷിപ്പ് ഓഫ് KC നിയോഗി. 52 to 57 ആയിരുന്നു ഓപ്പറേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് ഇപ്പൊ നമ്മൾ കറണ്ട് ഫിനാൻസ് കമ്മീഷൻ എന്ന് പറയുന്നത് 15th ഫിനാൻസ് കമ്മീഷൻ 2017 അപ്പോയിന്റ് ചെയ്തത് അണ്ടർ ദി ചെയർമാൻഷിപ്പ് ഓഫ് NK സിംഗ്. അവരുടെ ഓപ്പറേഷൻ പീരീഡ് എന്ന് പറയുന്നത് 2020 തൊട്ട് 25 വരെയാണ്. അപ്പൊ ഇനിയും ഉണ്ട് 2025 വരെയുള്ള സമയം. അപ്പൊ 2020 ആകുമ്പോഴത്തേനും അവർക്ക് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് അവരവരുടെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. സോ 2022-25 is the operational period of 15th ഫിനാൻസ് കമ്മീഷൻ. സോ KC നിയോഗി നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ ആണ് KC നിയോഗി, ക്ഷിതിഷ് ചന്ദ്ര നിയോഗി. സോ ഹി വാസ് എൻ ഇന്ത്യൻ പൊളിറ്റീഷ്യൻ, വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള ഒരു ഇന്ത്യൻ പൊളിറ്റീഷ്യൻ ആണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ മെമ്പർ ആയിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇൻഡിപെൻഡന്റ് ഇന്ത്യയുടെ ഫസ്റ്റ് ക്യാബിനറ്റിലെ മെമ്പർ ആയിരുന്നു ഇദ്ദേഹം. ആൻഡ് ഓൾസോ ദി ഫസ്റ്റ് ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ KC നിയോഗി. അപ്പൊ അദ്ദേഹത്തിനും ഒരുപാട് പ്ലാനിംഗ് അഡ്വൈസറി ബോർഡ്, അതുപോലെ ഇന്ത്യൻ റെയിൽവേ എൻക്വയറി കമ്മിറ്റി, ഇങ്ങനെയുള്ള ഒരുപാട് നല്ല പൊസിഷനിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ തന്നെയാണ് ഫസ്റ്റ് ഫിനാൻസ് കമ്മീഷൻ ചെയർമാനായിട്ട്
അപ്പോയിന്റ് ചെയ്തത്. So on November 22, 1951, he was appointed by the President as the chairman of First Finance Commission. Now 15th Finance Commission. So it was constituted in 2017 November, gave recommendations for the devolution of taxes and other fiscal matters. Or അടുത്ത 5 വർഷത്തേക്കുള്ള ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ അലോക്കേഷന്റെ കാര്യങ്ങളെല്ലാം റെക്കമെൻഡേഷൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് 15th ഫിനാൻസ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തു. ഏപ്രിൽ 1, 2020 തൊട്ടാണ് അവരുടെ ഓപ്പറേഷണൽ ഡ്യൂറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. NK Singh, Nand Kishore Singh is the chairman of the current finance commission. So he is the chairman, Nand Kishore Singh, chairman of the 15th Finance Commission. Under the chairmanship of NK Singh, the current Finance Commission have different recommendations to be made upon the financial relations or financial position of the country as a whole. Okay, so this is the story of Finance Commission of India. Hope it is clear for you. Okay, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ സെൻട്രൽ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ റിലേഷൻസിനോട് ഒപ്പം തന്നെ ഉള്ള ഒരു ടോപ്പിക്കാണ് ഫിനാൻസ് കമ്മീഷൻ എന്ന് പറയുന്നത്. ആൻഡ് ബൈ ദിസ് വി ഹാവ് കംപ്ലീറ്റഡ് അവർ സെക്കൻഡ് മൊഡ്യൂൾ അല്ലേ? സെക്കൻഡ് മൊഡ്യൂളിലായിരുന്നു നമ്മളിപ്പോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ സെക്കൻഡ് മൊഡ്യൂൾ എത്തിയപ്പോൾ നമ്മളിപ്പം നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെയാണ് നമ്മൾ ഇതുവരെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ആദ്യം നമ്മുടെ ഇൻഡിപെൻഡന്റ് ഇന്ത്യ, നമ്മുടെ ഇക്കോണമിയുടെ പ്രീ ഇൻഡിപെൻഡന്റ് പീരീഡിലെ ഒരു അവസ്ഥ നമ്മൾ കണ്ടു, അവിടുത്തെ എക്കണോമിക് ഡെവലപ്മെന്റ്. പിന്നെ നമ്മൾ ഇൻഡിപെൻഡന്റ് ദെൻ ഇൻഡിപെൻഡന്റിന് ശേഷമുള്ള എക്കണോമിക് പോളിസീസ് 1950s ഉള്ള എക്കണോമിക് പോളിസീസ്, അതിനുശേഷം പ്ലാനിംഗ് കമ്മീഷൻ ഓരോ വർഷത്തെയും വന്നു. ദെൻ ഇക്കണോമിക് റീഫോംസ് 90കളിലെ റീഫോംസ് വന്നു. അതിന്റെ ഭാഗമായിട്ടുള്ള LPG പോളിസികൾ, ഡിസ്ഇൻവെസ്റ്റ്മെന്റ്, പിന്നെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റ്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇക്കോണമിയിൽ വന്ന മാറ്റങ്ങൾ അതിന്റെ ഒപ്പം തന്നെ ഉള്ളതാണ്. അല്ലെങ്കിൽ അതിന്റെ കണ്ടിന്യൂഷൻ അല്ല, ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയുള്ള ഒരു കാര്യമായിരുന്നു സെൻട്രൽ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ റിലേഷനും ഈ പറഞ്ഞ ഫിനാൻസ് കമ്മീഷന്റെ കോൺസ്റ്റിറ്റ്യൂഷനും. അതായത് ഏത് ഇക്കോണമി ആണെങ്കിലും ഏത് രാജ്യമാണെങ്കിലും ഇൻഡിപെൻഡന്റ് ആയി കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഫിനാൻഷ്യൽ ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ ഫിനാൻഷ്യൽ പവർ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റിലേഷൻസ് ഷുഡ് ബി പ്രോപ്പർലി മെയിൻറ്റെയിൻഡ് ഇൻ ഓർഡർ ടു ബ്രിങ് ഇക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. അപ്പൊ ആ ഒരു ഉദ്ദേശത്തോടു കൂടി ഏറ്റവും പരമപ്രധാനമായിട്ട് കണ്ട ഒരു മേഖലയാണ് ഈ ഫിനാൻഷ്യൽ സെക്ടർ, അതുപോലെ തന്നെ ഫിനാൻസ് കമ്മീഷന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് സ്റ്റിൽ കണ്ടിന്യൂയിങ്. ദി recommendations made by the Finance Commission are considered in order to frame future policies, in order to bring different changes or different changes with respect to the transfer of resources, financial resources from center to state. പിന്നെ നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഉറപ്പായിട്ടും ഇപ്പോഴത്തെ ഫിനാൻസ് കമ്മീഷൻ they have different responsibilities to be made, recommendations to be made for the proper channeling of the resources to each states. ഓരോ സ്റ്റേറ്റിനും പലതരത്തിലുള്ള പാൻഡമിക് സിറ്റുവേഷൻ ഒക്കെ ആകുമ്പോഴത്തേക്കും ഒരുപാട് കൂടുതലായിട്ടുള്ള ഫിനാൻഷ്യൽ എയ്ഡ് കിട്ടേണ്ട ഒരു സാഹചര്യങ്ങളുണ്ട്. ഗ്രാൻസും സെൻട്രൽ സപ്പോർട്ടും ഒക്കെ വരേണ്ടതുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് റെക്കമെൻഡ് ചെയ്യുക എന്നുള്ളതായിരിക്കും കറന്റ് ഫിനാൻസ് കമ്മീഷന്റെ മേലുള്ള ഈ ഒരു ഓപ്പറേഷണൽ പീരീഡിലുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു സെക്കൻഡ് മൊഡ്യൂളിലാണ് നീതി ആയോഗം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി നമ്മുടെ 5 year പ്ലാനിങ് പഠിച്ചതിന്റെ കൂടെ നമ്മൾ നീതി ആയോഗ് പറഞ്ഞിരുന്നു. സോ ഐ തിങ്ക് വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ്, ഇല്ലേ? പറഞ്ഞിട്ടില്ലായിരുന്നു നീതി ആയോഗ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ടോപ്പിക് അല്ലേ? എനിക്ക് തോന്നുന്നു 5 year പ്ലാനിങ് അല്ലേ? 5 year പ്ലാനിങ്ങിന്റെ നമ്മൾ വീഡിയോയും എനിക്കൊന്ന് വീഡിയോ ക്ലാസ് ഞാൻ കുറച്ച് തന്നെന്ന് തോന്നുന്നു. അപ്പൊ അതിന്റെ 5 year പ്ലാനിങ് നമുക്കിപ്പോൾ ഇല്ല, പകരം നമ്മൾ നീതി ആയോഗ് വന്നു. വേണമെങ്കിൽ നമുക്കതൊന്ന് ചെറുതായിട്ട് ഡിസ്കസ് ചെയ്യാം നെക്സ്റ്റ് ക്ലാസ്സിൽ. യെസ്, സോ ഇന്ന് വളരെ കുറച്ച് പാർട്ടിസിപ്പൻസേ ഉള്ളൂ. എന്താ കാരണം എന്നറിയില്ല. എന്താണെങ്കിലും മിസ് അന്വേഷിച്ചു എന്ന് പറഞ്ഞേ കഫീലെ. ഓക്കെ, ഓക്കെ. അപ്പോൾ ഞാൻ ഇനി അടുത്ത ടോപ്പിക്കിലോട്ട് കിടക്കുന്നില്ല. നമുക്ക് ഇന്നിപ്പോൾ ഈ ഒരു ടോപ്പിക്ക് മതി. സോ എന്തെങ്കിലും ഡൗട്ടോ ഡിസ്കഷനോ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം. എക്സാം വരുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ പഠനം നടക്കണം. നിങ്ങൾ എന്തെങ്കിലും
അതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളോ കാര്യങ്ങളോ അഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ടൊന്ന് പറഞ്ഞാൽ നമുക്കത് ഇതിന്റെ കൂടെ കൊണ്ടുപോകാം കേട്ടോ. മിസ് നെക്സ്റ്റ് വീക്ക് ക്ലാസ്സസ് ഉണ്ടാവോ? വയനാടോ ഫിഫ്ത്ത് സെമ്മിന്റെ ക്ലാസ്? കാരണം ഫോർത്ത് സെം എക്സാം അല്ലേ? 28-നല്ലേ പറഞ്ഞേക്കുന്നത്. സാധാരണ 7 ദിവസം കൊടുക്കാറുണ്ട്. അത് പക്ഷെ സിസ്റ്റർ പറയും എങ്ങനെ, ഞാൻ ചോദിക്കാം, ഞാൻ സിസ്റ്ററിനോട് പറയാം. ഓക്കെ മിസ്. പറയാം കേട്ടോ. എന്നെ ഞാൻ എങ്ങാനും ഞാൻ മറന്നുപോയാൽ എന്നെ ഒന്ന് വൈകുന്നേരം ആകുമ്പത്തേനും ഓർപ്പിച്ചോളൂ. ഞാൻ സിസ്റ്ററിന് മെസ്സേജ് അയച്ചിട്ടേക്കാം. ഓക്കെ ഓക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മള് ഇനി എനിക്ക് തോന്നുന്നു എക്സാം കഴിയുമ്പം നെക്സ്റ്റ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാൻ മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഇനി അടുത്ത ക്ലാസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് നീതി ആയോഗവും അതിന്റെ കുറച്ച് കാര്യങ്ങളും കൂടി ഒന്നും കൂടെ വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം. ഫ്രഷ് ആയിട്ട് എക്സാം കഴിയുമ്പോൾ നമുക്ക് തേർഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ. യെസ്, സോ താങ്ക് യു ഓൾ. ഓക്കെ.